ഇറങ്ങുന്ന എല്ലാ പടവും കാണാൻ പോകുന്ന നിങ്ങൾ എന്താ കാന്താര ഫിലിം കാണാൻ പോയില്ലേ എന്ന് ചോദിച്ചിട്ട് 1-2 കമന്റ്സ് ഞാൻ കണ്ടുട്ടാ. അപ്പൊ പോവാൻ ഞങ്ങൾക്ക് എന്തായാലും പ്ലാൻ ഉണ്ടായിരുന്നു. വിൻഷാട്ടിനൊരു ഗ്യാപ്പ് കിട്ടുന്ന ടൈമിൽ പോവാന്നുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും ലാഗ് ആയത്. അങ്ങനെ ഇതേ ഞങ്ങൾ പോവാണ്. അപ്പൊ നമ്മൾ സാറ്റർഡേ നൈറ്റ് അങ്ങാണ്ടോ പോയിട്ടുണ്ടായിരുന്നത്. 8:30 അങ്ങാണ്ടോ ഷോ ഉണ്ടായിരുന്നത്. അപ്പൊ കൂറ്റനാടായിരുന്നു കേട്ടോ നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. ഫുൾ ടിക്കറ്റ് എല്ലായിടത്തും പട്ടാമ്പിയൊക്കെ നോക്കുമ്പോഴൊക്കെ ഫുള്ളായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമുക്ക് കൂറ്റനാട് മാളിലാട്ട വന്നത്. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് തലേന്ന് തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തേജപ്പത് അവിടെ നിന്ന് ഫോട്ടോ എടുത്തരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ഈ മറ്റേ റീൽസിലും കാര്യങ്ങളിലൊക്കെ ഇതിന്റെ ഓരോ വീഡിയോസ് കണ്ടിട്ട് അവനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ കാണാൻ. പക്ഷെ നല്ല പേടിയുണ്ടോ ആൾക്ക്. പക്ഷെ അതാവുമ്പോൾ വല്ലാണ്ട് പ്രകടിപ്പിച്ചിടുന്നില്ല. അവന് കാണാൻ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു കേട്ടോ ഈ ഒരു പടം. പിന്നെ തിരക്കിന്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല രീതിക്ക് തിരക്കുണ്ട്. അതിപ്പോൾ ഏത് തിയേറ്ററിലാണെങ്കിലും നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ഒരു ഫിലിമിന്. അങ്ങനെ നമുക്ക് ഏറ്റവും ബാക്കത്തെ സീറ്റായിട്ട് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഏറ്റവും ബാക്കിലായിരുന്നു ബുക്ക് ചെയ്തത്. എന്നിട്ട് ഇതേ അവിടെ ഇരുന്നു. അങ്ങനെ പടമൊക്കെ തുടങ്ങിയിട്ടാ. പിന്നെ തേജപ്പടയ്ക്ക് പേടിക്കേണ്ട സീൻ, അതായത് ആ പെട്ടെന്ന് വരുന്ന ഓരോ സീനൊക്കെ വരുമ്പോൾ അതേ തിരിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അതായത് മുഖം പൊത്തിരിക്കുക അങ്ങനെയൊക്കെ ഇരുന്നിട്ടായിരുന്നു അവൻ പകുതി പടവും കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പടം അടിപൊളിയാണ് കേട്ടോ നമുക്ക് കാണാൻ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏത് പടം ഞാൻ നല്ല റിവ്യൂ കണ്ടിട്ട് കയറുന്ന ഏത് പടവും നല്ല പടമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായങ്ങളാണല്ലോ. അപ്പൊ എനിക്ക് ഇഷ്ടമായിട്ടാ. അതിൽ ഓരോരോ സീനും ശരിക്കും എന്നെ കോരിത്തരിച്ചിരുന്ന് കാണുന്ന കുറച്ച് സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ട് കണ്ടു. പിന്നെ പകുതിക്കുന്ന ലാസ്റ്റ് ഏകദേശം ആയപ്പോഴേക്കും തേജപ്പൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ഷീണായിട്ട് അവന്റെ മുഖത്തുള്ളത്. പിന്നെ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏകദേശം 11:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേഗം നേരെ വീട്ടിലേക്കാട്ടോ പോയത്. നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.